തസ്കിയ 79. തവക്കൽ സുൻഅ റബ്ബിക സൗഫ യഅതി ബിമാ തഹ്വാഹു മിൻ ഫറജിൻ ഖരീബി വലാ തയഅസ് ഇദാ മാ നാബ ഖത്ബുൻ ഫകം ഫിൽ ഗൈബി മിൻ അജബിൻ അജീബി. ബൈത്തുൽ മുഖദ്ദസിന്റെ ചാവി സൂക്ഷിപ്പുകാരൻ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമായിരുന്നു. ഒരിക്കൽ ബൈത്തുൽ മുഖദ്ദസ് തുറക്കാൻ വേണ്ടി അദ്ദേഹം ഒരു രാത്രി കവാടത്തിന്റെ സമീപത്തേക്ക് ചെന്നു. വാതിൽ തുറക്കുന്നില്ല. ചാവി വാതിലിൻ്റെ തന്നെയാണോ ഉറപ്പുവരുത്തി. ചാവി ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്, പക്ഷെ തുറക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റ് മനുഷ്യന്മാരെ സഹായം തേടി. അവർക്കും അത് പ്രയാസകരമായി. അപ്പോൾ ജിന്നുകളെ കൂട്ടിപ്പിടിച്ചു. അവർക്കും പ്രയാസമായി തുറക്കാൻ കഴിഞ്ഞില്ല. ഫജലസ ഹസീനൻ കഈബ. സുലൈമാൻ നബി അലൈഹി സ്വലാം വളരെ ദുഃഖിതനായി അവിടെ ഇരുന്നു കുറെ നേരം. ഫവന്ന അന്ന റബ്ബഹു ഖദ് മനഅഹു ഫത്ഹഹു. ഈ ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന മഹത്തായ മസ്ജിദിന്റെ കവാടം തുറക്കുന്നതിനുള്ളവനെ തടഞ്ഞിരിക്കുന്നു. എന്തായിരിക്കും കാരണം? വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വയസ്സായ മനുഷ്യൻ, വയോവൃദ്ധനായ ഒരു വ്യക്തി, കുനിഞ്ഞു നടക്കുന്ന വ്യക്തി, അയാളൊരു വടി കുത്തിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഒരു പഴയ മനുഷ്യനാണ്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൂട്ടുകാരനാണ്. പിതാവാകുന്ന ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സദസ്സിൽ എപ്പോഴും ഉണ്ടാകുന്ന വ്യക്തിയാണ്. അദ്ദേഹം വന്നിട്ട് ചോദിച്ചു, യാ നബി അല്ലാഹി മാലി അറാക ഹസീന. അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എന്താ ഒരു ദുഃഖിതനായിട്ട് കാണുന്നു? എന്താണ് സംഭവിച്ചത്? അപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഞാൻ മസ്ജിദുൽ അഖ്സയുടെ ബൈത്തുൽ മുഖദ്ദസിന്റെ വാതിൽ തുറക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് തുറക്കുന്നില്ല, പ്രയാസമാണ്. ഞാൻ മനുഷ്യന്മാരെയും ജിന്നുകളെയും സഹായത്തിന് വേണ്ടി വിളിച്ചിട്ടും തുറക്കുന്നില്ല. അപ്പോൾ ഷെയ്ഖ് പറഞ്ഞു, ഞാൻ ചില വചനങ്ങൾ പറഞ്ഞു തരാം. ഇത്തരം പ്രയാസങ്ങളിൽ അകപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ പിതാവ് ചെല്ലാറുണ്ടായിരുന്നൊരു വചനമുണ്ട്. വിഷമങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ നിങ്ങൾ ഉപ്പ പറയാറുണ്ടായിരുന്നൊരു വാക്കുണ്ട്, ഒരു പ്രാർത്ഥന. ആ മന്ത്രം ഉരുവിട്ടുമ്പോഴേക്ക് പിതാവിൻ്റെ പ്രയാസമൊക്കെ നീക്കി കിട്ടാറാണ് പതിവ്. ഞാനത് പറഞ്ഞു തരാം, എന്നാൽ കേൾക്കട്ടെ. അപ്പോൾ ആ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു കൊടുക്കുക, അല്ലാഹുമ്മ ബിനൂരിക ഇഹ്തദൈതു വബിഫദ്ലിക ഇസ്തഗ്നൈതു വബിക അസ്ബഹ്തു വഅംസൈതു ദുനൂബി ബൈന യദൈക അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അല്ലാഹുവേ, ബിനൂരിക ഇഹ്തദൈതു, നിന്റെ ഈമാനിന്റെ പ്രഭ കൊണ്ട് ഞാൻ സന്മാർഗിയായി. വബിഫദ്ലിക ഇസ്തഗ്നൈതു, നിന്റെ ഔദാര്യം കൊണ്ട് ഞാൻ ഐശ്വര്യവാനായി. വബിക അസ്ബഹതു, നിന്റെ മഹോന്നതമായ അനുഗ്രഹങ്ങളെ കൊണ്ട് ഞാൻ പ്രഭാതത്തിലേക്ക് എഴുന്നേറ്റ് വന്നു. വഅംസൈതു, ഞാൻ പ്രദോഷത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. ദുനൂബി ബൈന യദൈക, എൻ്റെ പാപങ്ങളെ മുഴുവൻ ഞാൻ നിന്റെ മുന്നിൽ സമർപ്പിക്കുന്നു. അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക, ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു, പശ്ചാത്തപിച്ചു മടങ്ങുന്നു എന്നർത്ഥമുള്ള ഈ മന്ത്രമാണ് വാപ്പ പറയാറുള്ളത്. ഏത് പ്രയാസത്തിലകപ്പെടുമ്പോഴും ഇത് പറയും. അപ്പോഴേക്ക് തുറസായിട്ടുണ്ടാവും. ഇത് കേട്ടുകൊണ്ട് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകൻ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോഴേ ബൈത്തുൽ മുഖദ്ദസിൻ്റെ കവാടം തുറക്കപ്പെടുകയായിരുന്നു. ഇങ്ങനെ ഭൗതികമായ ചില വഴികൾ അടയുമ്പോൾ അവിടെ തുറസ്സാവാനും തുറക്കപ്പെടാനും പ്രയാസങ്ങൾ ദൂരീകരിക്കപ്പെടാനുമുള്ള വഴി മന്ത്രമാണ്. അള്ളാഹുവിലുള്ള
വിലയം പ്രാപിക്കലാണ്, പ്രാർത്ഥനയാണ്. തവക്കൽ സുൻഅ റബ്ബിക സൗഫ യഅതി ബിമാ തഹ്വാഹു മിൻ ഫർജിൻ ഖരീബി. നിന്റെ റബ്ബിൻ്റെ പ്രവർത്തനങ്ങളെ നീ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം. നീ ആഗ്രഹിക്കുന്ന പോലെ പെട്ടെന്നുള്ള തുറസ് അവൻ നിനക്ക് കൊണ്ടുവരും. വലാ തൈഅസ് ഇദാ മാ നാബ ഖത്ബുൻ ഫകം ഫിൽ ഗൈബി മിൻ അജബിൻ അജീബി. എന്തെങ്കിലും സീരിയസ് ആയ അപകടകരമായ സംഭവങ്ങൾ ഉണ്ടായാൽ ഒരിക്കലും നിരാശപ്പെടരുത്. അദൃശ്യലോകത്ത് എത്ര മഹാത്ഭുതങ്ങളാണുള്ളത്. സത്യവിശ്വാസിയുടെ ഈമാൻ അങ്ങനെ ആയിരിക്കണം. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അദൃശ്യലോകത്തു നിന്ന് അള്ളാഹുവിൻ്റെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൽ വിലയം പ്രാപിക്കണം. അതോടൊപ്പം ഭൗതികമായ വഴികളും സ്വീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഉറച്ച വിശ്വാസം നൽകി നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.